ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ടാരോ റീഡിങ് കുറച്ചുകൂടി വിപുലമാക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൈലുകൾ വെച്ചുള്ള റീഡിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ റീഡിംഗ് ആണ് പൈലുകൾ വെച്ചുള്ള. കുറച്ച് ആരോഗ്യപരമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം 2 പൈലുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പൈലുകൾ കണ്ടാൽ മനസ്സിലായില്ലെങ്കിലും സാരമില്ല. കളറ് 1ഉം 2ഉം നമ്പർ വെച്ചിട്ടുണ്ട്. അതിൽ 1 വേണോ 2 വേണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓക്കെ, അപ്പം റീഡിങ് ഇതാണ്. നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് കിടക്കുകയാണ്. 3 ഓഫ് വാണ്ട്സ് ആണ് ആദ്യം കിട്ടിയ കാർഡ്. 8 ഓഫ് കപ്പ്, ജഡ്ജ്മെൻറ്റ്, 9 ഓഫ് സോഡ്, 10 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലൂസ് പറയുകയാണെങ്കിൽ 3 നമ്പറുണ്ട്, 8, 10, 9. ഈ നമ്പറൊക്കെ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതെന്ന് നോക്കണം. നിങ്ങളുടെ ബർത്ത്ഡേ, നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത്ഡേ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസം, നിങ്ങൾ പിരിഞ്ഞ ബ്രേക്കപ്പ് ആയ ദിവസം, അങ്ങനെ എന്തെങ്കിലുമായിട്ട് സാമ്യമുണ്ടോ ഈ നമ്പറുകൾക്ക്, ഈ ഡേറ്റുകൾക്ക് ഉണ്ടോയെന്ന് നോക്കുക. പിന്നെ മാസമാണ് മാർച്ച്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഇത് നിരന്ന് പിടിച്ചാണല്ലോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ഓഫ് സോഡ്സ്. ആലോചനയിലാണ് നിങ്ങളുടെ പേഴ്സൺ. നല്ല ആലോചനകളിലാണ്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തങ്ങളെ പിരിയാനുണ്ടായ കാരണങ്ങൾ അന്വേഷണത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ ഭാഗത്ത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയി, ഇന്ന കാരണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട് എൻ്റെ പേഴ്സണെ മറ്റൊരു വ്യക്തി തട്ടിക്കൊണ്ടുപോയി അങ്ങനെയാ എന്നൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ 2 വശത്തും വാദിക്കും പ്രതിക്കും നമുക്ക് ന്യായങ്ങൾ കാണുമല്ലോ, അവരുടേതായ ന്യായങ്ങൾ അവർ നിരത്തും. അപ്പം നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങളായിരിക്കും ആ സമയത്ത് പ്രതിയാക്കുന്നത്. ഓക്കെ, അവർ വിട്ടുപോകാൻ തക്കവണ്ണം കാരണങ്ങൾ ഉണ്ടായിട്ടാണ് അവർ പോയത് എന്ന് പറയും. അപ്പോൾ ആ കാരണങ്ങളുടെ അന്വേഷണത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. പ്ലാൻ ചെയ്യുകയാണ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് റിവൈൻഡ് ചെയ്ത് വീണ്ടും ആലോചന റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവങ്ങൾ, നിങ്ങളുടെ ലൈഫിലുണ്ടായ സംഭവങ്ങൾ എന്താണ്, അതങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ത്, അത് അവരിങ്ങനെ ഇന്ന് ആ പിക്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവരാ ഇതും പിടിച്ച് നിന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൂരോട്ട് നോക്കി. നിങ്ങളെ അവർ വിട്ട് കളയാനൊന്നും തയ്യാറാകുന്നില്ല. അവരെങ്ങനെയായിരുന്നാലും ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ പണി നിങ്ങൾക്ക് തരാനായിട്ടാണ് അവർ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളെ ന്യായീകരിക്കും, അവരുടെ ഭാഗത്തുനിന്ന് അവരെ ന്യായീകരിക്കും. ഓക്കെ, അവർ ദൂരത്തേക്ക് നോക്കുകയാണ്. അവരുടെ ലൈഫ്, അവരുടെ സ്വപ്നങ്ങളെല്ലാം വരണ്ട ഭൂമിയായി മാറിയിരിക്കുന്നു, ശൂന്യമായി മാറിയിരിക്കുന്നു. ഓക്കെ എന്നവർ ചിന്തിക്കുന്നു. അവരുടെ ദൂരോട്ട് നോക്കി അവരുടെ ലൈഫിനെ കുറിച്ച്, അവർക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ സ്വപ്നങ്ങൾ എങ്ങനെ ആയിരുന്നു, പൂത്ത് തളർത്ത് നിന്നിരുന്ന നല്ല രീതിയിൽ ആ സ്റ്റെം നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലതുപോലെ സന്തോഷത്തിൽ വന്നിരുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പോൾ വരണ്ട ഭൂമിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവരവിടെ നിന്ന് ആലോചിക്കുന്നു. അതിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അവർ അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ. ഒന്ന് നോക്കിയിരുന്നോ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരും കേട്ടോ. അടുത്തതായിട്ട് 8 ഓഫ് കപ്പാണ്. അവരുടെ നിലപാടുകളിൽ മാറ്റം. അവരിപ്പം ഏത് രീതിയിലായിരുന്നു, നിങ്ങൾ കണ്ടതിൽ നിന്നും അല്ലെങ്കിൽ ചിന്തിച്ചതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതുവരെ ആയിരുന്ന വ്യക്തിയല്ല. അവരുടെ എല്ലാ നിലപാടിലൊക്കെ മാറ്റങ്ങൾ വന്നു. നിങ്ങളടുത്ത് പറഞ്ഞ ആളല്ല ഇപ്പോൾ അവരെ തന്നെ ചേഞ്ച് ചെയ്തു. ഓക്കെ, അവർ നിങ്ങളിൽ നിന്ന് പോകുന്നത് ആ ഒരു പിക്ചറിലേക്ക് സൂം ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ടു പോകുന്നത് സന്തോഷത്തോടെ അല്ല, മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വളരെ ദുഃഖത്തിലാണ്.
നിങ്ങൾ ആ സമയത്ത് നിങ്ങളാണ് ആ കപ്പ്. നിങ്ങൾ ഒരു കപ്പ് പോലും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഭയങ്കര നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നിങ്ങളിരിക്കുന്ന സമയത്താണ് നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അതിന് കാരണം എന്ത് എന്നുള്ളത് നിങ്ങൾ അവനവനെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ അവർക്ക് സമയം കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടോ? നിങ്ങൾ കൂടുതലും ഫോണും ഒരു തേർഡ് പാർട്ടിയാണ് കേട്ടോ. ജീവനുള്ളതും ജീവനില്ലാത്തതും ഫോൺ ഒരു തേർഡ് പാർട്ടിയാണ്. ഏറ്റവും വലിയൊരു തേർഡ് പാർട്ടിയാണ് ഈ ഫോണ്. ഓക്കെ, നമ്മൾ അവരുടെ കൂടെ ഒപ്പം നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇപ്പം ഇരുന്ന് സംസാരിക്കണം. അവർ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴും നിങ്ങൾ അവരുടെ മുഖത്തല്ല നോക്കുന്നത്, ഫോണിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ടായിരിക്കും നിങ്ങൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യങ്ങളിൽ അവർ ഒരു പക്ഷേ നിങ്ങളോട് ഇതെന്തുവാ ഒന്ന് ഇത് മാറ്റി വെച്ചിട്ട് എന്നോട് സംസാരിച്ചുകൂടെ എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിച്ച് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അവർ നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നോ നിങ്ങളുടെ സന്തോഷങ്ങളെ അവിടെ വിട്ടിട്ടാണ് വരുന്നത്, നിങ്ങളുടെ ഇമോഷനെ അവിടെ വിട്ടിട്ടാണ് വരുന്നത്. അല്ലാതെ ആ കപ്പ് തട്ടിമറിഞ്ഞ് കിടക്കുമ്പോഴല്ല അവർ ഇറങ്ങിപ്പോകുന്നത്. ആ കപ്പെല്ലാം നൂന്നിരിക്കുമ്പോഴാണ്. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൽ ജീവിച്ചോ, ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട, നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് എൻജോയ് ചെയ്യുകയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയോ അവരുമായിട്ട് ടൂർ പോവുക, പാർട്ടി പോവുക, അതിലൊക്കെ അവർക്ക് ചിലപ്പം വേദന ഉണ്ടായിരുന്നായിരിക്കും. അപ്പോൾ എന്നെക്കാളും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, ഫോണിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ പാരൻസിന് കൊടുക്കുന്നു, അതുമല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഭയങ്കരമായ വേദന ഉണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ ചൊല്ലി നിങ്ങളുമായിട്ട് വഴക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തോ അവർക്ക് സഹിക്കാൻ വയ്യാത്തതായ എന്തോ പ്രശ്നത്തിൽ നിന്നാണ് അവർ ഇതിന് ശരിക്കും ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരൂ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ പേഴ്സണും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഇത് കല്യാണം കഴിച്ചവർക്കും കല്യാണം കഴിക്കാത്തവർക്കും ഒക്കെ ബാധകമാണ്. ഓക്കെ, അടുത്തത് ജഡ്ജിമെൻ്റാണ്. അവർ സ്പിരിച്വലായിട്ട് അവർ ആത്മീയപരമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ ഇരുന്ന് ടാരോ റീഡുകാരെ തന്നെ ഇത് നിങ്ങൾ അവിടെ ഇരുന്ന് കാണുന്നു, അവർ വേറൊരു സ്ഥലത്തിരുന്ന് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെപ്പോൾ വരും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അവരവിടെ ഇരുന്ന് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടി അവരറിയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലവ് റിലേഷൻ വേറെ കണ്ടെന്നിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫോണായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പക്ഷേ അത് അവരറിയുന്നില്ല. ഫോണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിതുപോലെ ടാരോ റീഡ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അവർ പറയും എപ്പോഴും ഫോണിലാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞുള്ള വഴക്കുകളായിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്തായാലും അവർ സ്പിരിച്വൽ പാത്തിലാണ്. അവരും ചിലപ്പോൾ ടാരോ റീഡൊക്കെ നോക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസങ്ങളിൽ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലേക്കൊക്കെ ഒരുപാട് ഇറങ്ങി ചെല്ലുന്നുണ്ട്, നല്ല കരയുന്നുണ്ട്, അതിൽ തന്നെ മുഴുകുന്നുണ്ട്. ഒക്കെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തുക, എല്ലാം നേരെയായി കിട്ടുക എന്നുള്ളൊക്കെ പ്രാർത്ഥനകളായിരിക്കാം. അവരെന്തായാലും പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുകയാണ്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും തേർഡ് പാർട്ടിയോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് അടിച്ചു വാരി വഴുതാരെയും പല്ലികളെയും എല്ലാം പുറത്താക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പം നിങ്ങളൊന്ന് കരുതിയിരിക്കുക. ഓക്കെ, അവരിനി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നത് പോയ പോലെയല്ല, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, അങ്ങനെ വരുവാൻ ചാൻസ് യൂണിവേഴ്സ് കൊടുക്കുന്നു എങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നത് മറ്റൊരു നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തിയായിട്ടല്ല, തിരിച്ചും വ്യത്യസ്തമായിട്ടായിരിക്കും അവർ നിങ്ങളിലേക്ക് വരുന്നത്. എന്തായാലും അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് കരയുകയാണ്. ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ ഹൃദയം പൊട്ടി നിലവിളിച്ച് കരയുകയാണ്. അവരുടെ സ്വപ്നങ്ങളും ഇതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ അവർ നല്ല രീതിയിൽ നിലവിളിച്ച് കരയുന്നതായിട്ടുള്ള പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നീതിമാനായ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഭാഗത്ത് തെറ്റില്ലാതെ നിങ്ങളെന്തെങ്കിലും തെറ്റ് ആരോപിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും തെറ്റ് കാണിക്കുകയോ അവർ ചെയ്യാത്ത തെറ്റിനെ നിങ്ങൾ അങ്ങനെ ആക്കുകയോ ഒക്കെ. റീഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം, എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. ഓക്കെ, അപ്പം
അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കാം. അവരെന്തായാലും നെഞ്ച് പൊട്ടി കരയുന്നുണ്ട്. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇല്ലാത്ത പാർട്ട്ണറാണെങ്കിൽ അവർ എന്തായാലും കരയുന്നുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് സോഡാണ്. ഉറക്കമില്ല. അവർ കരച്ചിലാണ് കേട്ടോ. എന്തായിരുന്നാലും അവർക്ക് അവർ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചു കഴിഞ്ഞു. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കിപ്പം പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥകൾ, ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ തന്നെയും വീട്ടിലും നാട്ടിലും ഒക്കെ അവർ അതിന് സമാധാനം പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ ഇടയ്ക്കും ഒക്കെ നിങ്ങൾ വലിയ സ്നേഹമായിട്ടൊക്കെ നടന്നിരുന്നത് ഇപ്പം കൂട്ടുകാരുടെ മുമ്പിലൊക്കെ അവർ ഒരു നാണം കെടുന്ന രീതിയിൽ അവരാവുന്നുണ്ട്. അവർക്ക് എന്തായാലും അപമാന ഭാരങ്ങൾ ഒരുപാടുണ്ട്. അവർക്ക് രാത്രി ഉറക്കമില്ല. നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് അവർ കരുതുന്നത്. ഇതിലിപ്പോൾ എന്തായാലും ഒരു തേർഡ് പാർട്ടി കാണുന്നില്ല. തേർഡ് പാർട്ടി ഇല്ലാത്ത റീഡിംഗ് ആണെന്നാണ് തോന്നുന്നത്. തേർഡ് പാർട്ടി ഇല്ലാത്ത റീഡിങ് എനിക്ക് തോന്നുന്നു. തേർഡ് പാർട്ടി ഇപ്പോൾ ഈ റീഡിങ്ങിൽ ഇപ്പുറത്താണോ എന്നൊരു സംശയം. കാരണം ഇപ്പോൾ എൻ്റെ വ്യൂസിൽ തന്നെയും തേർഡ് പാർട്ടിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരുടെ തെറ്റ് കാരണം അവരുടെ പാർട്ട്ണർ ഇറങ്ങിപ്പോയി. നല്ല മനസ്സുള്ള നല്ല ആൾക്കാർ ഇറങ്ങിപ്പോയി ആ വ്യക്തികൾ കാണും. അപ്പം ഈ റീഡിങ് എന്തായിരുന്നാലും ഇവിടുത്തെ തേർഡ് പാർട്ടിയൊക്കെ കാരണമാണ് പേഴ്സൺ ഇറങ്ങിപ്പോയതായിട്ടാണ് എനിക്ക് റീഡിങ്ങിൽ തോന്നുന്നത്. കാരണം ഈ പേഴ്സൻ്റെ റീഡിങ്ങിൽ തേർഡ് പാർട്ടിയെ കാണുന്നില്ല, എങ്കിലും അവർ നിലവിളിച്ച് കരയുന്നു. അപ്പോൾ അതിന് കാരണം അവർക്ക് ഇവിടെ നിന്ന് എൻ്റെ വ്യൂസിൻ്റെ കയ്യിൽ നിന്ന് നല്ല സഹിക്കാൻ വയ്യാത്ത പെയിൻ ലഭിച്ചു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് കളയാട്ടോ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. സ്നേഹമൊക്കെ ഇപ്പം ഡൈവേർട്ടായിട്ടുണ്ട്. ഇപ്പം വെള്ളം ഐസാവുന്നത് പോലെ ഇപ്പോൾ സ്നേഹം വേറൊരു ഖരരൂപത്തിലായിരിക്കുകയാണ്. കാരണം വെള്ളം വന്ന് തലയിൽ വീണ അന്ന് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഖരരൂപത്തിലായിരിക്കുന്ന ഐസ് വന്ന് തലയിൽ വീണാൽ നല്ല അറിയും. ഓക്കെ, അടുത്തത് 10 ഓഫ് പെൻഡിക്കിൾ റിവേഴ്സാണ്. സാമ്പത്തികമായി അവർ തകർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. സാമ്പത്തികമായി അവർക്ക് എന്തെല്ലാം വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് ഗോൾഡ് പരമായിട്ടും അവരുടെ ജോലിയും അങ്ങനെ എന്തൊക്കെയോ നഷ്ടമായിരിക്കുന്നതായിട്ട് തോന്നുന്നു. ഒരുപാട് നഷ്ടങ്ങൾ റിവേഴ്സാണ് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻഡിക്കിൾ. ഓക്കെ, അപ്പം ഇതാണ് റീഡിങ്. ഇനി അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതിലും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത്, നീ എന്നെ അല്ല എൻ്റെ പണത്തെയാണ് സ്നേഹിച്ചതെന്ന്. ഇതേ മെസ്സേജ് 2 ദിവസം മുമ്പ് വന്നെന്ന് തോന്നുന്നു. അത് തന്നെ വന്നെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്കൊരു കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം. പണത്തെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളൊരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ ഒരു കമൻറ്റ് ഇങ്ങനെ നടക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ഈ ഒരു ചർച്ച നടന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കാരണം 2 ദിവസം കൊണ്ട് ഈ ഒരു കമൻറ്റ് കിടന്നങ്ങ് കറങ്ങുകയാണ്. അവരുടെ ചിന്ത ഇതാണ്, നീ എന്നെ അല്ല സ്നേഹിച്ചത്, എൻ്റെ പണത്തെയാണ് സ്നേഹിച്ചത്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ജോലിക്കാരിയോ അല്ലെങ്കിൽ ജോലിക്കാരനോ ഒക്കെ ആയിരുന്നായിരിക്കാം. അവരുടെ പണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റീഡിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത റീഡിങ് വന്നിരിക്കുന്നത് അവരെ തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളെ കാണിച്ച് തന്നിട്ട് അവർ നിരപരാധിയാണെന്നും അല്ലെങ്കിൽ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും നിങ്ങളെ വിശ്വസിപ്പിച്ച് അവർ തളർന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂസ് അവരെ സംശയിച്ച് അവരുടെ പിറകെ നടന്നിരുന്നു. അവർ നിങ്ങളെ ചതിക്കുന്നു അല്ലെങ്കിൽ വഞ്ചിക്കുന്നു എന്നുള്ള രീതിയിൽ അവരുടെ പിറകെ നടന്നിരുന്നു. അവരുടെ ജോലി സ്ഥലത്താണെങ്കിലും അവരുടെ പിറകെ നടന്ന് അല്ലെങ്കിൽ അവരുടെ വീട്ടിലാണെങ്കിലും അവർ ചെല്ലുന്നിടത്ത് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ എൻ്റെ വ്യൂസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അവർ പറയുന്നത്, ഞാൻ എന്നെ തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് എത്രയും നിരപരാധിത്വം കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് അവർ മടുത്തു കഴിഞ്ഞു. അവർക്ക് ഇനി നിങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് അവർക്ക് ഇനി കഴിയത്തില്ല. അവർ തോറ്റുപോയി. നിങ്ങളെ മുമ്പിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു എടുത്തു അവർ തോറ്റുപോയി. ഇനിയിപ്പോൾ അവർ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്.
നിങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ കുറേ ഡിമാൻഡുകൾ, അടുത്ത മെസ്സേജാണ്, നിങ്ങൾ നിങ്ങളുടേതായ കുറേ ഡിമാൻഡുകളും സ്വപ്നങ്ങളും ഒക്കെ അവരുടെ കയ്യിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ അവരെ ഒന്ന് പിടിച്ച് വെക്കുന്നുണ്ടായിരിക്കും. ഇത് എനർജി തിരിച്ചുമാകാം കേട്ടോ, ഇത് എനർജി തിരിച്ചുമാകാം. അവർ നിങ്ങളെ പിടിച്ചു വയ്ക്കുന്നതും ആകാം, നിങ്ങളുടെ പിറകെ വന്ന് ശല്യം ചെയ്യുന്നതുമാകാം. അല്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മടുക്കുന്നതുമാകാം. ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോഴും നിങ്ങളുടെ എനർജിയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെട്ടിക്കയറി വരും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളാണോ എന്നും അറിയത്തില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എനർജി മാറി വരും. റെസണേറ്റ് ആവുന്ന കണക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അവരെ ഒരു കിളീനെ ഇങ്ങനെ പിടിച്ചിറുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്വഭാവമായിരുന്നായിരിക്കാം. അവരെ എപ്പോഴും വിളിക്കണം, സംസാരിക്കണം, അങ്ങനെയൊക്കെ അവരെ അങ്ങ് ശല്യം ചെയ്യും. സ്നേഹം കൊണ്ടായിരിക്കും. സ്നേഹം കൂടുതലായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ അവരെ ഇങ്ങനെ ഒരുപാട് പൊസസീവ് കാണിച്ച് അപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കാര്യങ്ങളും അനുസരിച്ചൊന്നും എനിക്കിനി മുന്നേ ചെയ്യാനും പറ്റത്തില്ല, ഒന്നും കാണിക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവർ അവോയ്ഡ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം അവർ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് പറ്റത്തില്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ തന്നെ ചെയ്ത് തീർത്തോ, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ജീവിച്ചോളാം, എനിക്കതൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു എനർജിയാണ് അവർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. റെസണേറ്റ് ആയെങ്കിൽ എനിക്കൊന്ന് ഫസ്റ്റ് പൈലാണെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ എൻ്റെ പൈല് ജെൻഡാമൈസിനാണ്. ഓക്കെ, അതൊരു ആൻറ്റിബയോട്ടിക്കാണ്. എന്തായിരുന്നാലും നിങ്ങൾക്ക് എന്ത് മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമായിട്ട് അല്ലെങ്കിൽ ഈ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിരിക്കുന്ന ആ രോഗത്തെ ഈ ആൻറ്റിബയോട്ടിക് കൊണ്ട് നിങ്ങൾ സുഖപ്പെടും. ഓക്കെ, സുഖപ്പെടും, നിങ്ങൾ ബെറ്റർ ഫീലിങ്ങിലേക്ക് വരും. ഓക്കെ, എന്നാണ് അതിൻ്റെ ഒരു മീനിങ്ങും കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ ആ മെഡിസിൻ എടുത്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത റീഡിങ്ങിലോട്ട് കിടക്കാം. പൈൽ നമ്പർ 2. എൻ്റെ അടുത്ത് വ്യൂസ് പറഞ്ഞിട്ടുണ്ട് ഷഫിൾ ചെയ്ത് വീഡിയോസ് ഇടാൻ ശ്രമിക്കണമെന്ന്. ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഷഫിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത 2 ദിവസത്തിനകം ഞാൻ 2 ദിവസമല്ല, തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഷഫിൾ ചെയ്ത് ഇടാൻ ശ്രമിക്കും കേട്ടോ. ഷഫിൾ ചെയ്യുന്നത് ഇപ്പോൾ OP ടിക്കറ്റ് വരെ എടുത്ത് ഷഫിളിങ് ആണ്. അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്ന കാരണം OP ടിക്കറ്റ് വരെ എടുത്ത് ഷഫിൾ ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ ജോലി. ഓക്കെ, രണ്ടാമത്തെ റീഡിങ് ലവേഴ്സ് കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്പ്, പേജ് ഓഫ് കപ്പ്, ചാരിയറ്റ്, കിങ് ഓഫ് പെൻഡിക്കിൾ. ഇതിൻ്റെ അകത്ത് വന്ന നമ്പർ 6, 7, ജൂൺ, ജൂലൈ ഇതെല്ലാം അടുപ്പിച്ചാണ് വരുന്നത്. എന്തായാലും 2 നമ്പറേ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. എനിക്ക് നമ്പറിനെ കുറിച്ച് ഞാൻ വിശദമായി പഠിക്കുന്നതായിരിക്കും. ഈ നമ്പർ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നതെന്ന് നോക്കിക്കൊള്ളണം. ഈ ദിവസത്തിലാണോ നിങ്ങളുടെ പാർട്ട്ണറോ ജനിച്ചത്, ഈ മാസത്തിലാണോ ജനിച്ചത്, നിങ്ങൾ തങ്ങളിൽ ബ്രേക്കപ്പ് ആയത്, ഫസ്റ്റ് കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് നടന്നത് ഈ ഒരു സമയത്താണോ എന്ന് നോക്കുക. ഓക്കെ, ഇത് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാൻ കൂടുതൽ നമ്പറിലേക്ക് മാസത്തിലേക്കൊക്കെ ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പം റീഡിങ്ങിലേക്ക് കിടക്കാം. ലവേഴ്സ് കാർഡിൻ്റെ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്പെഷ്യലാണ്. ഓക്കെ, നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിൽ മദർ യൂണിവേഴ്സ്, ഏഞ്ചൽ എല്ലാം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സ്, ഗോഡ്സൊക്കെ നമ്മളെ സ്നേഹിക്കുമ്പോൾ ആർക്ക് അസൂയ തോന്നുമെന്ന് അറിയാമോ? പിശാചിന്, സൈത്താന് അസൂയ തോന്നും. അപ്പോൾ അവരിതിൻ്റെ ഇടയ്ക്ക് കയറി കളിക്കും. നിങ്ങൾ നോക്കിയാണ് ആ പിക്ചർ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദാവും ഔവയും അവരവിടെ നിൽക്കുകയാണ്. അവർ രണ്ടുപേരും തങ്ങളിൽ മുഖത്തോട് മുഖം നോക്കിയൊക്കെ നല്ല നിൽക്കുന്ന സമയത്ത് ആ ഔവയുടെ തൊട്ട് പിറക്കാൻ നിൽക്കുന്ന പാമ്പിനെ കണ്ടോ? ഒരു തേർഡ് പാർട്ടി, അതാരുമാകാം, എന്തുമാകാം, ജോലിയാകാം, മൊബൈലാകാം, ഭാര്യയാവാം, ഭർത്താവാകാം,
അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ആവാം, അമ്മൂമ്മമാരെങ്കിലുമൊക്കെ ആവും, എന്തെങ്കിലുമൊക്കെ ആവും. ചിലപ്പോൾ ഒരു കാരണത്തിലും ഒരിക്കൽ പോലും ശബ്ദമുയർത്താത്ത ആൾ ചിലപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ശബ്ദമുയർത്തിയതായിട്ട് കാണും. കാരണം ആ സമയത്ത് ഡെവിള് ആരിലും കൂടിയൊക്കെ പ്രവർത്തിക്കും. അപ്പോൾ നിൽക്കുന്ന പേഴ്സൻ്റെ, ആ ഫീമെയിലിൻ്റെ, എന്തായിരുന്നാലും എൻ്റെ ഈ റീഡിങ് കേൾക്കുന്നത് ഫീമെയിൽ ആണെങ്കിലും അല്ല പേഴ്സൺ ഫീമെയിൽ ആണെങ്കിലും ഈ ഫീമെയിലിനെയാണ് ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ലവ് തേർഡ് പാർട്ടി അല്ല, ചതിക്കുന്ന തേർഡ് പാർട്ടി, ഏഷണി പറഞ്ഞു കൊടുക്കുന്ന തേർഡ് പാർട്ടിയാണ്. മോശമായ ഇത് പറഞ്ഞ് നിങ്ങളെ തങ്ങളെ അടി കൂടിപ്പിച്ച് പിരിക്കുന്ന തേർഡ് പാർട്ടി, നിങ്ങളുടെ സ്നേഹത്തെ തകർക്കാൻ നിൽക്കുന്ന തേർഡ് പാർട്ടി. ഓക്കെ, അവർക്ക് യാതൊരു ഉപയോഗമൊന്നുമില്ല. നിങ്ങളെ പിരിച്ചത് കൊണ്ട് അവർക്ക് യാതൊരു ഉപയോഗവുമില്ല, ഒരു മനസ്സുഖം, അത്ര തന്നെ. അപ്പം എന്തായിരുന്നാലും പെണ്ണുങ്ങളെ പറ്റിക്കാനാണ് വരുന്നത്. സ്ത്രീകൾ എവിടെയായിരുന്നാലും അവിടെയാണ് കയറി ഏഷണി പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ശരിയല്ല, അവിടെ വെച്ച് കണ്ട് ചുരിദാർ വാങ്ങാൻ പോയത് കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങും. അപ്പം അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സർപ്പം പോലെ ഒരു തേർഡ് പാർട്ടി വന്ന് നിങ്ങളുടെ സ്നേഹത്തെ തകർത്തു. നിങ്ങളുടെ സ്നേഹം അവിടെ നിന്ന് ഏദൻ തോട്ടം പോലെ സന്തോഷമായിരുന്ന നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നും നിങ്ങൾ പുറന്തള്ളപ്പെട്ടു. കണ്ണീരിലും ദുഃഖത്തിലോട്ടും നിങ്ങൾ വഴുതി വീണു. രണ്ടുപേരും രണ്ട് വശത്തേക്കായി. ഓക്കെ, നിങ്ങൾ പരസ്പരം ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ നിങ്ങൾ നല്ല ബോഡി അട്രാക്ഷനും ഉണ്ടായിരുന്നു. നിങ്ങളുടെ നെക്കഡ് ബോഡിയൊക്കെ രണ്ടുപേർക്കും ഒക്കെ കാണാനും എടുക്കാനും ഒക്കെ ഭയങ്കര പ്രിയവും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ തങ്ങൾ സെക്സ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ആ ഓർമ്മകളിലൊക്കെയാണ് നിങ്ങളുടെ പാർട്ട്ണർ ജീവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള റീഡിങ് വരുമ്പോഴത്തേക്ക് വീട്ടിലെ അച്ഛനും അമ്മയൊന്നും കേൾക്കാതെ വെച്ചേക്കണേ. അവർ ചുമ്മാ തെറ്റിദ്ധരിക്കും. ഇത് കാർഡിൽ കാണുന്നതാണ് നമ്മൾ വിളിച്ച് പറയുന്നത്, പക്ഷേ അവർ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. അതുകൊണ്ട് ഈ ഒരു പോർഷനൊക്കെ വരുന്ന സമയത്ത് ഒന്ന് വോളിയം കുറച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്ത് പോലും ഇല്ല നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആയിട്ട് വന്നത് ആരാണ്, സർപ്പം പോലെ വന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്ത് പോലും ഇല്ലായിരിക്കും. കാരണം ഈ സ്ത്രീ ജനങ്ങൾ അറിയുന്നില്ല. അവരോടുള്ള സ്നേഹം കാണിച്ച്, ചിലപ്പോൾ പുരുഷനായിരിക്കും അവരടുത്തോട്ട് പാമ്പായിരുന്ന ആൾ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാൻ ആണുങ്ങൾക്ക് ആണുങ്ങളെയല്ലേ അറിയാൻ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെയല്ലേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ വന്ന് ആ ഒരു സംസാരങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നല്ലൊരു ഖനി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വിശ്വാസമുള്ള ഒരു ആപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്കും എല്ലാ കാര്യങ്ങളിലും നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അവർ നമ്മളെ കൊണ്ട് കഴിപ്പിക്കും, നമ്മളെ വിശ്വസിപ്പിക്കും. പ്രൂഫുകളൊക്കെ അങ്ങ് എടുത്ത് നിരത്തി ഇതെല്ലാം കണ്ട് നമ്മളതെല്ലാം കണ്ടുപിടിച്ച് എന്നിട്ട് ഉടനെ വന്ന് വഴക്കും അടിയും ബഹളവും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതങ്ങോട്ട് ചോദിക്കും, ഇത് നിങ്ങളെടുത്തതാണോ, ഇത് നിങ്ങൾ വാങ്ങിച്ചതാണോ, അല്ലെങ്കിൽ നീ എവിടെയായിരുന്നടി, അങ്ങനെയായിരുന്നോ ഇങ്ങനെയായിരുന്നോ എന്നുള്ള സംസാരങ്ങളൊക്കെ അവിടെ സംശയത്തിൻ്റെ നിഴൽ പാകിയിട്ട് ആ സർപ്പം ഇഴഞ്ഞ് അങ്ങ് മാറിപ്പോവും. നമുക്ക് പക്ഷേ അത് ആരാന്ന് പോലും ചിലവർക്കൊക്കെ വ്യക്തം കാണും. പക്ഷേ ഈ സ്നേഹത്തോടെ വന്ന് പറയുന്നത് കാരണം ലൈഫിൽ ആരാണ് നമ്മുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നമ്മളെ ചതിച്ച വ്യക്തി ആരാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളിതങ്ങനെ അവരുടെ അടുത്ത് പോയി ചോദിക്കണം, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് അവർ കൂടെ നിൽക്കും. പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. സർപ്പത്തിൻ്റെ അടുത്താണ് പോയി വീണ്ടും നമുക്ക് റീയൂണിയൻ വേണം എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് പറയും. നമ്മൾ അറിയുന്നില്ല. ഇപ്പം നിങ്ങൾ തങ്ങൾ പിരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചോ, പിരിഞ്ഞിട്ട് വിചാരിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾ തങ്ങളെ അടികൂടിയതിൻ്റെ കാര്യത്തിലാണ് പിരിഞ്ഞു പോയെന്ന് പറയും. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള തേർഡ് പാർട്ടി വന്നിട്ട് പറയും, കണ്ടില്ലേ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, ഞാൻ അന്നേ പറഞ്ഞില്ലേ നിന്നെ ഉപേക്ഷിക്കുമെന്ന്. പക്ഷേ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തു, തലച്ചോറിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ചുമ്മാ ഒരടി ഉണ്ടാക്കും. ഈ അടിയുടെ കാരണക്കാരി പുറത്ത് നിൽക്കത്തേ ഉള്ളൂ, അത് നമ്മൾ അറിയത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ പേഴ്സണും തങ്ങളിലാണ് അടി ഉണ്ടായതെന്ന്. പക്ഷേ ഇതിന് മുമ്പേ ഒരു ഇഞ്ചെക്റ്റ് ചെയ്ത് നമ്മുടെ തലച്ചോറിൽ നിറച്ച് വെച്ചിരിക്കുന്ന കാരണങ്ങൾ കൊണ്ടാണ് അടി ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തങ്ങൾ പിരിഞ്ഞാൽ തന്നെയും പേഴ്സൺ ഇപ്പോൾ ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്തോട്ട് വരണം,
എൻ്റെ പാർട്ട്ണറെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് പറയുന്നത് പോലും നമ്മളറിയത്തില്ല. ഈ സർപ്പത്തിൻ്റെ അടുത്തായിരിക്കും ചെന്ന് പറയുന്നത്. അവരവിടെ നിന്ന് നമ്മളെ സമാധാനിപ്പിച്ച് നിന്നെ കാണിച്ചു തരാം, അങ്ങനെയൊക്കെ ചെയ്തു തരാം, ഞാൻ അതിനുള്ള പ്ലാനൊക്കെ ഞാൻ നോക്കാം, വഴി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പിറകു വശത്തൂടെ പോയി നമ്മുടെ വഴി, നമ്മൾ പോവേണ്ട വഴികൾ മൊത്തം അടയ്ക്കുന്ന ആൾക്കാരുമുണ്ട്. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം സൂക്ഷിക്കുക, സ്ത്രീജനങ്ങൾ സൂക്ഷിക്കുക. പുരുഷന്മാർക്കും ബാധകം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പുരുഷന്മാരിലും ഒരുപാട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ. അടുത്തത് റീഡിങ് നീണ്ടുപോയെന്ന് തോന്നുന്നു. അടുത്തത് കിങ് ഓഫ് കപ്പാണ്. കിങ് ഓഫ് കപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉടുപ്പ് വേണോ, അല്ലെങ്കിൽ നീ എന്താ ആഗ്രഹിച്ചിരുന്നാലും നിനക്ക് എവിടെ കൊണ്ടുപോകണമെങ്കിലും ഒക്കെ കൊണ്ടുപോകും. പക്ഷെ നിങ്ങളുടെ മുഖത്ത് മാത്രം നോക്കത്തില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള സമയമില്ല. തേർഡ് പാർട്ടിയായിട്ട് മൊബൈലിൽ ഇരിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, കൂട്ടുകാരോടുള്ള സംസാരമായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാനുള്ള സമയം തരുമോ? അതില്ല. മണിക്കൂറോളം വീട്ടിൽ ചിലവഴിച്ചാൽ പോലും നിങ്ങളുടെ മുഖത്ത് ഒരു കരി ഇരുന്നാൽ പോലും ഒന്ന് കാണാത്ത വ്യക്തിയായിരിക്കും. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴായിരിക്കും മുഖത്ത് കരി ഇരിക്കുന്നെന്ന് പറയുന്നത്. അത്രയും നേരം വീട്ടിലുള്ള നമ്മുടെ പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള പേഴ്സൺ, വീട്ടിൽ തന്നെ ആവണമെന്നില്ല, നമ്മുടെ കൂടെയുള്ള പേഴ്സൺ ഈ ഒരു കാര്യം കാണത്തേയില്ല. മണിക്കൂറോളം നമ്മുടെ കൂടെ ഇരുന്നാലും കാണത്തില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരു വ്യക്തി വരുമ്പോൾ പറയാം, നിൻ്റെ മുഖത്ത് കരി ഇരിക്കുന്ന, അല്ലെങ്കിൽ നിൻ്റെ മുഖത്ത് എന്തുവാടെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന പാർട്ട്ണർക്ക് നമ്മുടെ ഫേസിൽ നോക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ബിസി ആയിരിക്കും. അവർ നിൽക്കുന്ന സമയത്ത് പോലും ബിസിയും കാര്യങ്ങളും ആയിരിക്കും. പക്ഷേ എന്നാൽ നിങ്ങളോടുള്ള സ്നേഹവും കാര്യങ്ങളും കരുതലും എല്ലാം ഉണ്ട്. നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർ ഇരിക്കുന്ന സ്ഥലം, അവരുടെ കസേര നോക്കണം. അവരുടെ കസേര ഒരു ഡാർക്ക് കളറിലുള്ള കസേരയാണ് അവരിരിക്കുന്നത്. ആ സിംഹാസനം കണ്ടില്ലേ, അത്ര ആ ഒരു ഡാർക്ക് കളറെന്നൊക്കെ പറയുന്നത് അത്ര നല്ല ഒരു ജോലിയും കാര്യങ്ങളും സ്ഥാനവും മാനവും ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും അവർക്കുണ്ട്. പിന്നെ അവരുടെ കാലൊന്ന് സൂക്ഷിച്ച് നോക്കി, അവരിട്ടിരിക്കുന്ന ചെരുപ്പ് അതൊരു ഇരുണ്ട് അഴുക്ക് പിടിച്ച ഒരു ഷൂസ് പോലെ നമുക്ക് കാണപ്പെടുന്നു. അത് അവരുടെ നടപ്പ്, അവരുടെ ആ ഒരു മോശം രീതി, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ രീതിയിലുള്ള നടപ്പിനെ ആയിരിക്കും അത് അത് കാണിക്കുന്നത്. ആരുടെ എനർജിയാണെന്ന് അറിയത്തില്ല. പല ആൾക്കാരുടെയും എനർജി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേഴ്സൻ്റെ എനർജി തന്നെ വരണമെന്നില്ല. എല്ലാവർക്കും ഉള്ള എനർജികൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, എന്തായിരുന്നാലും നിങ്ങളിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും പിണക്കത്തിൽ മാറിയിരിക്കുന്ന വ്യക്തിയാണെങ്കിലോ, ബ്രേക്കപ്പായി മാറിപ്പോയവരാണെങ്കിലോ, തിരിച്ചൊരു ഓഫർ തന്നാൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ആക്ഷനൊന്നും എടുത്തില്ല. നിങ്ങളുടെ ഇപ്പോൾ ഫോണൊന്നും എടുത്തിട്ടില്ല, സംസാരിക്കാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ ഒന്നുള്ളൊരിതില്ല. എടുത്താലോ എന്നിങ്ങനെ ചിന്തിക്കുന്നതേ ഉള്ളൂ. ആ കപ്പും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അതിനെ നോക്കുകയാണ്, വീക്ഷിക്കുകയാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിന് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ കുട്ടിക്കളി മാറാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും കളിച്ച് നടക്കുന്ന, നല്ല പ്രായമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും കളിച്ച് നടക്കുന്ന, വലിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് വലിയ ഇതായിട്ടൊന്നും എടുക്കത്തില്ല. ഒരു മെച്യൂരിറ്റി കുറവായിട്ടുള്ള ആളിനെ പോലെ ഓടി നടന്ന് കളിച്ച് നടക്കുന്ന ഒരു ഇതായിട്ട് തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ തന്നെ. വലിയ മെച്യൂരിറ്റിയൊക്കെ എടുത്ത് മസിലൊക്കെ പിടിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് സന്തോഷത്തോടെ അവരവരുടേതായ ലോകത്ത് ഓടി നടക്കുന്നതന്നെ. അല്ലാതെ മസിലും പിടിച്ച് മുഖവും വീർപ്പിച്ചിരിക്കുന്നതല്ല ഒരിത്. എപ്പോഴാണോ ഏത് രീതിയിലാണോ സന്തോഷിക്കാനുള്ള അവസരം കിട്ടുന്നത് ആ ഒരു രീതിയിൽ കളിച്ചും ചാടി ഓടിയൊക്കെ കുറച്ച് കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊക്കെ ആയിട്ടെടുത്ത് തലയിൽ വയ്ക്കുമ്പോഴാണ് എല്ലാം അതിൻ്റേതായ നൈസിനങ്ങ് വിടുന്നതാണ് നല്ലത്. അതൊരു മോശം കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ തോന്നുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, ദിവാസ്വപ്നങ്ങൾ, ഒരുപാട് ദിവാസ്വപ്നങ്ങൾ കാണുന്നതാണ്. ഓക്കെ, ഫാൻറ്റസി ലൈഫ്, ഫാൻറ്റസി ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ പൊക്കിയെടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓടി നടക്കണം, കൈ പിടിച്ച് നടക്കണം,
കൈ പിടിച്ച് നടക്കണം, തോളിച്ചാരി കിടക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സ്റ്റാറ്റസ് ഇടണം, ഫോട്ടോ ഇടണം, ഒരുമിച്ചുള്ള വീഡിയോസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് ഫാൻറ്റസി ചിന്തകളുമായിട്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരായിരിക്കും. ഓക്കെ, അപ്പം ഒരു നിർമ്മല ഹൃദയത്തിന് ഉടയവരാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ. അടുത്ത് വന്നിരിക്കുന്നതാണ് ചാരിയറ്റ്. ചാരിയറ്റ് എന്ന് പറഞ്ഞത് എന്താണോ അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരുന്ന പാത്ത് ഏതാണോ, ഇപ്പം നിങ്ങളെ ഇഷ്ടമല്ലാത്ത രീതിയിൽ നിങ്ങളെ വെറുത്ത് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പം ആ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചിട്ട് നിങ്ങളുടെ വശത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ വശത്തു നിന്ന് മാറി സഞ്ചരിക്കുകയായിരുന്നു ഇത്രയും നാളും. ഇപ്പം അതിൻ്റെ റൂട്ട് മാറി നിങ്ങളുടെ വശത്തോട്ട് ചാരിയറ്റ് വരികയാണ്, രഥം വരികയാണ്. പക്ഷേ ആ രഥത്തിൽ ഒരു വെള്ളയും ഒരു കറുപ്പുമാണ്. അപ്പം അത് രണ്ട് മൈൻഡാണ്, രണ്ട് ചിന്തകളാണ്. രണ്ട് മൈൻഡോടുകൂടി നിൽക്കണോ വേണ്ടേ എന്നുള്ള രീതി അവർ കൺഫേം ചെയ്തിട്ടില്ല ഒരു കാര്യത്തിലും. ഇങ്ങനെ വരികയാണ്, വരുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ രണ്ട് മൈൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രഥം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, രഥം അവിടെ നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവർ അതിൻ്റെ രണ്ട് മനസ്സോടുകൂടി നിൽക്കുകയാണ്. അങ്ങോട്ട് പോയാലോ, വന്നുകൊണ്ടിരുന്ന വഴിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം നിങ്ങളുടെ വഴിയിലോട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വരണോ, പോണോ, തിരിച്ചു പോകണോ എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ്. നല്ല രീതിയിൽ പോസിറ്റീവായിരിക്കുക, മദർ യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കുക, എനർജി പിടിക്കുക, രഥത്തിന് വേണ്ടതായ കാര്യങ്ങൾ വരട്ടെ, അത് ഉരുണ്ടെങ്കിൽ നമ്മളോടത്തോട്ട് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിളാണ്. അതും ഓഫറാണ്. ഓഫറുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കുതിര നടക്കുന്നില്ല, എല്ലാം അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. കയ്യിൽ പെൻറ്റിക്കിളുമായിട്ട് ഓഫറുമായിട്ട് നിൽക്കുകയാണ്. എന്താണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വ്യക്തത വന്നതിന് ശേഷം മുമ്പോട്ട് പോകാമെന്നുള്ള രീതിയിൽ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വ്യക്തത വരുത്തുക. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നേരെയാക്കുക. അല്ലെങ്കിൽ പടിവാതിൽക്കൽ നിൽക്കുന്ന കുതിര തിരിച്ചു പൊക്കളയും, രഥങ്ങളൊക്കെ വന്ന് വഴിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ വഴി ഒരുക്കി കൊടുക്കുക അതങ്ങ് കയറി വരാൻ വേണ്ടിയിട്ട്. ഇല്ല നിങ്ങൾ വഴിയൊന്നും ഒരുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മടുത്തിട്ട് തിരിച്ച് പൊക്കളയും. അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കുക. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക, അല്ലെങ്കിൽ ഇനി ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ബെറ്ററായി കാണിക്കുക. ഓക്കെ, അപ്പം ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലെ ഫയൽ വെച്ചിട്ടുള്ള റീഡിങ് എടുക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ഷഫിൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചെയ്ത ഉടനെ എനിക്ക് കിട്ടിയ ഉടനെ ഞാനത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു ആൾ പിച്ച വെച്ച് വരുന്നതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാകും. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് മദർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഏഞ്ചൽ ബ്ലസ് യു. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ പയലിൻ്റെ മീനിങ് വെച്ചിരുന്നത് നമുക്ക് ശ്വാസം മുട്ടുന്നതായിട്ടുള്ള രീതിയുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. ശ്വാസം മുട്ടുന്നതായിട്ടുള്ള രീതിക്ക് ഏറ്റവും ബെറ്ററായി തീരുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പയൽ വെച്ചത്. ഓക്കെ, അത് ഞാൻ റീഡിങ്ങിൽ പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പം രണ്ടാമത്തെ പയലിൻ്റെത് മീനിങ് ഞാൻ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെഡിസിൻ തന്നെ